നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വെയിറ്റ്, ഞാനിന്ന് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഹലോ, പില്ലോ ആണ് കേട്ടോ, പില്ലോ. എൻ്റെ അവസ്ഥ ആരറിയാനാ? വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എന്തൊക്കെയോ ഇരുന്ന് സംസാരിച്ച് പെറുപുറത്ത് വന്ന് അങ്ങോട്ട് മൂക്കം അങ്ങോട്ട് അടിച്ചൊരു വീഴ്ച. അയ്യോ, ആ ഒരു ഒറ്റ ഇടിയിൽ ഞാനിങ്ങനെ ആകെ ഇങ്ങനെ കൂമ്പിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വന്ന് എന്നെ മൊത്തം നനയ്ക്കും. അതും കഴിഞ്ഞ് മൂക്കും ചീറ്റും ഒക്കെ തുടയ്ക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നണത്. ഞാൻ എത്ര ദിവസം ഇത് സഹിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. ഇതന്നെ എൻ്റെ അവസ്ഥ. എന്നൊന്ന് മാറി അപ്പുറത്തെ റൂമിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ റൂമിൽ പോയ ആദ്യത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്നെ ഇങ്ങനെ ഒരു ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി മൂഡിലായിരുന്നു. അവരെന്തൊക്കെയോ ഇരുന്ന് ചിരിക്കുന്നത് കാണാം. എന്നിട്ട് എന്നെ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ എന്നെ മുഴുവൻ മുത്തം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ മുത്തം വെച്ചിട്ട് ഫുള്ള് തുപ്പൽ വന്നിട്ട് എനിക്കെന്നെ എന്നെ നാറി തുടങ്ങി. ഇതുങ്ങളൊന്നും എന്നെ കഴുകണമില്ല, വൃത്തിയാക്കണമില്ല. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അപ്പുറത്തെ റൂമിലും ഇപ്പുറത്തെ റൂമിൽ പോയാലും പില്ലോടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ക്ലീനാക്കിയിട്ടൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണേ. അതുങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായി തുടങ്ങിയെന്നർത്ഥം. വെറുതെ ഒന്ന് ആലോചിക്കുക. ഇതുമാതിരി നമ്മുടെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ വസ്തുവിനും അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ എന്താണെന്ന് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നേരത്തെ പറഞ്ഞാൽ ഞാൻ തമാശ രൂപത്തിലാണെങ്കിലും സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അങ്ങനെയല്ലേ. കുറേ സങ്കടം വന്ന് മുഖമർത്തി ഇങ്ങനെ കരഞ്ഞ് ആ തലയണകൾക്കൊക്കെ നനഞ്ഞു കുതിർന്നിരിക്കുകയാണ്. അവിടെ കുറേ കരഞ്ഞു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹവും ഇഷ്ടങ്ങളും മുഴുവൻ ഈ തലവണയിലേക്ക് കൊടുക്കുന്നവരുണ്ട്. ഞാനൊരു കാര്യം പറയാം. അവരാരുമല്ല, നമ്മളെക്കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, പല വഴക്കുകളും ഒഴിവായി പോകാൻ പറ്റും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പം നമ്മൾ മറ്റൊരാളുടെ സ്ഥാനത്തിരുന്ന് കാണാനുള്ള ഒരു കഴിവുണ്ടാകണമെങ്കിൽ അങ്ങനെ